മഹാദേവന്റെ മുമ്പിൽ ശിവലിംഗം നോക്കി അവളൊന്ന് കരഞ്ഞു. കുട്ടിക്കാലം മുതൽ കണ്ടുവളർന്ന ക്ഷേത്രം. എന്നും അവൾക്ക് തണലായി എപ്പോഴും പ്രാർത്ഥനയിൽ വരുന്ന ഭഗവാൻ. ഇന്ന് ആ ഭഗവാന്റെ മുമ്പിൽ വെച്ച് 23 വയസ്സിൽ ഹരിയേട്ടൻ്റെ താലിയിട്ടുകൊണ്ട് അവൾ നിന്നു. മോളെ ലക്ഷ്മി വന്നേ, അമ്മയുടെ വിളി. അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് നടന്നു. അവളുടെ ശ്വാസത്തിൻ്റെ വേഗതയറിയുന്ന മുത്തശ്ശി ആൽമരത്തിൻ്റെ മുമ്പിലാണ് അച്ഛനും അമ്മയും അനിയത്തിയും തന്നെ യാത്രയാക്കാൻ നിൽക്കുന്നു. കൂട്ടുകാരുടെ തമാശ പറച്ചിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഹരിയേട്ടൻ കുടുംബത്തിലെ രണ്ടാമത്തെ കുട്ടിയാണ്. മൂത്ത ചേട്ടൻ ആർമിയിൽ ജോലി ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുമുണ്ട്. പിന്നെ 2 അനിയത്തി കുട്ടികളാണ് ഹരിയേട്ടന് ഗവൺമെൻറ് ജോലിയാണ്, ക്ലർക്ക്. അച്ഛനും അമ്മയും ഗവൺമെൻറ് റിട്ടയർഡ് ടീച്ചേഴ്സാണ് ഹരിയേട്ടന് പറ്റിയ ബന്ധമൊന്നുമില്ല. ഞാനൊരു സാധാരണക്കാരിയാണ്. അച്ഛൻ ഓട്ടോ തൊഴിലാളി, അമ്മ വീട്ടുജോലി, അനിയത്തി പഠിക്കുന്നു. ബ്രോക്കർ നാണുചേട്ടൻ വഴിയാണ് ബന്ധം വന്നത്. ഹരിയേട്ടൻ്റെ അത്രയും സൗന്ദര്യമൊന്നുമില്ല എനിക്ക്. ഹരിയേട്ടൻ നല്ല സുന്ദരനാണ്. നല്ല കട്ടി മീശയും നല്ല നെഞ്ചളവും ആവശ്യത്തിന് പൊക്കവും നല്ല ചിരിയുമൊക്കെയാണ്. ഏത് പെൺകൊച്ച് കണ്ടാലും ഒന്ന് നോക്കിപ്പോവും. ഞാൻ എന്നെക്കുറിച്ച് എങ്ങനെയാ പറയുക? അല്ലെങ്കിലും സ്വന്തം സൗന്ദര്യത്തെക്കുറിച്ച് പറയാൻ മടിയാണ്. ഒരുപാട് നിറമൊന്നുമില്ല, ഇരുനിറം. പിന്നെ പലരും പറയാറുണ്ട് എൻ്റെ കരിമഷി കണ്ണുകളും മൂക്കുത്തിയും സൂപ്പറാണെന്ന്. പിന്നെ ഹരിയേട്ടനൊരു മൂക്കുത്തി ഭ്രാന്തനാണെന്ന് കൂടി അറിഞ്ഞു. ചിലപ്പോൾ എൻ്റെ മൂക്കുത്തിയാവും ഇഷ്ടമായത്, എന്തോ അറിയില്ല. എന്നെ ഹരിയേട്ടന് ഇഷ്ടമായതുകൊണ്ട് സ്ത്രീധനമായിട്ട് സാമ്പത്തികമൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ കല്യാണമായപ്പോഴേക്കും കുടുംബക്കാരുടെ ചോദ്യമൊക്കെ വന്നു. ഗവൺമെൻറ് ജോലിക്കാരനല്ലയോ കൊച്ചിന് കിട്ടിയത്, എന്തെങ്കിലും നല്ലതായിട്ട് കൊടുക്കണമെന്ന്. അവസാനം അച്ഛനുണ്ടായിരുന്ന 5 സെന്റ് പുരയിടം പണയം വെച്ച് 20 പവനും 2 ലക്ഷം രൂപയും കൊടുത്തു. ഹൈ, ഇങ്ങോട്ട് വാ കുട്ടിയെ, 12 മണിക്ക് മുമ്പ് അവിടെ ചെല്ലണം, സമയം കഴിഞ്ഞാൽ പ്രശ്നമാ, ബ്രോക്കർ നാണുചേട്ടൻ പറഞ്ഞു. എല്ലാവരും കാറിൻ്റെ അടുത്തെത്തി. അമ്മയെ കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു. എന്തിനാ മോളെ കരയുന്നു? അമ്മ ഒരു ചെറുവേദനയോടെ പറഞ്ഞു. അനിയത്തി പൊട്ടിക്കരഞ്ഞ് ചേച്ചിയെന്ന് വിളിച്ച്. അവൾക്ക് ഞാൻ ചേച്ചി മാത്രമല്ലായിരുന്നു, അമ്മയെപ്പോലെയാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞ ഹരിയേട്ടൻ കാറിൽ കയറി. മോളെ കയറ്, അച്ഛൻ എൻ്റെ കൈ പിടിച്ച് പറഞ്ഞു. എനിക്കതുവരെ ഉണ്ടായിരുന്ന സകല നിയന്ത്രണവും പോയി. ഞാൻ അച്ഛൻ്റെ കാലിൽ തൊഴുത് അച്ഛനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അച്ഛൻ വേദന ഹൃദയം കൊണ്ട് പിടിച്ചു നിർത്തി. അച്ഛൻ്റെ ഹൃദയത്തിൻ്റെ വേഗത എനിക്കറിയാം. മോള് നന്നായിട്ട് ജീവിക്കുക, ആരെക്കൊണ്ടും മോള് മോശമെന്ന് പറയിപ്പിക്കരുത്. അവിടെയുള്ള അച്ഛനും അമ്മയും പൊന്നു പോലെ നോക്കണം. മതി കുഞ്ഞെ, 2 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരില്ലേ, പിന്നെന്താ, കയറ്, നാണു ബ്രോക്കർ പറഞ്ഞു. ഞാൻ കാറിൽ കയറി ഹരിയേട്ടനെ നോക്കി. ഹരിയേട്ടൻ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. ഒരു പരിചയമില്ലാത്തൊരു വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ടെൻഷനായിരുന്നു എൻ്റെ മുഖത്ത്. ആലപ്പുഴയിലെ കായൽ ഭംഗിയോളം സുന്ദരമായ ഒരു തറവാട്ടിലേക്കാണ് ആ കാർ വന്ന് നിന്നത്. ഹരിയേട്ടൻ ഇറങ്ങി, പിന്നാലെ ഞാനും ഇറങ്ങി. വീട് കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി ജീവൻ പോയി. വലിയ തറവാട്. ഞാൻ സിനിമയിലൊക്കെ മാത്രമേ ഇത്രയും വലിയ വീടും തറവാടൊക്കെ കണ്ടിട്ടുള്ളൂ. അവിടെ എല്ലാവരും വാതിൽക്കൽ നോക്കി നിൽക്കുന്നു. അമ്മയുടെ മുഖത്തേക്ക് ഞാൻ നോക്കി. ഒരു സന്തോഷമൊന്നുമില്ല, എന്നാലും നിലവിളക്ക് കയ്യിൽ തന്നു. അങ്ങനെ ആ വലിയ കുടുംബത്തിലേക്ക് ഞാൻ വലതുകാൽ വെച്ച് കയറി. വീടിൻ്റെ അകത്ത് കയറി സോഫയിലിരുന്നു ഹരിയും ലക്ഷ്മിയും. അവളുടെ മുഖത്ത് നല്ല പരിഭ്രമമായിരുന്നു. ചുറ്റിനും പരിചയമില്ലാത്ത കുറേ മുഖങ്ങൾ. മണിക്കുട്ടി, ചേട്ടനോടുക്കാൻ പാലുണ്ടുവാ, ചേട്ടത്തിയമ്മ വിളിച്ചു പറഞ്ഞു. ഹരിയുടെ പെങ്ങളാണ് മണിക്കുട്ടിയും മീനൂട്ടിയും. മൂത്ത ചേട്ടൻ്റെ ഭാര്യയാണ് പാലുമായി വന്നത്, സുമതി ചേച്ചി. സാധാരണ അമ്മായിമ്മയാണ് പാല് കൊടുക്കുന്നത്. അമ്മയെ കാണാതായപ്പോഴേ അവളുടെ മനസ്സിലൊരു പിടച്ചിലുണ്ടായി. പെങ്ങന്മാരും ചേച്ചിയും എല്ലാവരും 2 പേർക്കും പാല് കൊടുത്തു. വാ ചേച്ചി. മീനൂട്ടി അവളെയും കൊണ്ട് റൂമിലേക്ക് പോയി. ഇതാ എൻ്റെ ചേച്ചിയുടെ റൂം. എന്നിട്ട് അവൾ ചിരിച്ചു. അവളുടെ വാക്കിൽ നിന്ന് അവൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് മനസ്സിലായി. ചേച്ചി ഇവിടെ ഇരിക്കുക, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞവൾ പോയി. ഹരി മുറിയിൽ കയറി വന്ന് അവളെ നോക്കി. എന്താണ് തനിക്കൊരു പരിഭ്രമം? എൻ്റെ വീടും വീട്ടുകാരെയും തനിക്ക് ഇഷ്ടമായില്ലേ? അയ്യോ അങ്ങനെയൊന്നുമില്ല ഹരിയേട്ടാ, ഞാൻ വന്നല്ലേ ഉള്ളൂ, അതിൻ്റെ ഒരു ടെൻഷനാ. ഹരി അവളുടെ കൈകളിൽ പിടിച്ച് ചേർത്ത് നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഇന്നു മുതൽ നിന്റെ എല്ലാം ഈ വീടാ. അച്ഛൻ പാവ, അമ്മയ്ക്ക് ചില വാശികളുണ്ട്, അതറിഞ്ഞ് നീ നിൽക്കണം. എന്നാലും പാവ അമ്മ. പിന്നെ ചേട്ടത്തിയമ്മ കണ്ടല്ലോ, അതെപ്പോഴും ഇങ്ങനെ ഓടി നടക്കും, അതൊരു പാവ. പിന്നെ ചേട്ടൻ അങ്ങനെ ആരോടും മിണ്ടില്ല, അതാ സ്വഭാവം. അവളുമാരെ കണ്ടല്ലോ, 2 അല്പം കുസൃതിയുള്ള കൂട്ടങ്ങളാ. 2നും നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നിനക്ക് എന്തും എന്നോട് തുറന്നു പറയാം. സന്തോഷമായാലും സങ്കടമായാലും നിന്റെ കൂടെ എന്നും ഉണ്ടാവും ഞാൻ. അവൻ്റെ ആ വാക്കുകൾ അവളുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം നിറച്ചു. അവളൊന്ന് ഹരിയുടെ കണ്ണുകളിൽ നോക്കി പുഞ്ചിരിച്ചു. ഹരിയേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ?
എന്ത് പറഞ്ഞീ? ഹരിയേട്ടൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു. അതെന്തോ നീ അങ്ങനെ ചോദിച്ച്? ഞാൻ വന്നപ്പോൾ മുതൽ അമ്മയ്ക്ക് എന്നോട് എന്തോ നീരസുള്ള പോലെ തോന്നണം. ഏയ് അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലേ അമ്മയ്ക്ക് അല്പം വാശി കൂടുതലുണ്ട്, അത്രയേ ഉള്ളൂ. നീ ഓരോന്ന് ആലോചിക്കാതെ വേഗം കുളിച്ചതേ. ഈ അലമാരയിൽ നിനക്കുള്ള ഡ്രസ്സ് വാങ്ങി വെച്ചിട്ടുണ്ട്, ഇഷ്ടമുള്ളിട്ട് താഴേക്ക് വാ. അതേസമയം അടുക്കളയിൽ അമ്മ എന്താ അവൾക്ക് പാലെടുക്കാൻ വരാത്ത? സുമതി എടുത്തി അമ്മയോട് എന്തോ ജോലി ചെയ്തുകൊണ്ട് ചോദിച്ചു. സുമതി, നീ മിണ്ടാണ്ടിരുന്നോണം. നിനക്കറിയാലോ എൻ്റെ സ്വഭാവം. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അവൻ്റെ ഒറ്റ വാശിയും പിന്നെ അച്ഛൻ്റെ ഇഷ്ടം. അല്ലാതെ ഇവളെപ്പോലെ സൗന്ദര്യം പണമില്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് പെണ്ണുകൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ മോന്. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ കൊച്ചൊരു പാവാണെന്ന് കണ്ടറിയില്ലേ? എൻ്റെ ചെക്കനെ ഒരു ഗവൺമെൻറ് ജോലിക്കാരനാ. അവൻ 50 100 പവൻ സ്വർണ്ണോ ലക്ഷങ്ങൾ പണം തന്ന് കേട്ട ഒരുപാട് ബന്ധങ്ങൾ വന്നേനെ. അപ്പോഴാ അവൻ്റെ കണ്ണിൽ ഈ പിശാസിനെ കണ്ടത്. നീ തന്ന 100 പവൻ 5 ലക്ഷം രൂപ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. അതുകൊണ്ട് ഇപ്പം എന്താ പൊന്നുപോലെയല്ലേ നീ ഇവിടെ കഴിയുന്നത്? എല്ലാവർക്കും ഒരുപോലെ പറ്റുമോ അമ്മേ? അമ്മേ, അപ്പോഴേക്കും അങ്ങോട്ട് ഹരി വന്നു. എന്താ മോനെ? അമ്മ എന്താ ഇങ്ങനെ? അവളോട് വന്നിട്ടൊന്നും മിണ്ടിയ പോലും ഇല്ലല്ലോ. അവൾക്ക് നല്ല വിഷമമുണ്ട്. അമ്മ മിണ്ടാത്തതുകൊണ്ട്. ഓ വന്നില്ല. അതിനു മുമ്പേ പരാതി പറച്ചിൽ തുടങ്ങിയല്ലേ അവള്? എൻ്റെ പൊന്നമ്മേ, അവൾ പരാതി ഒന്നല്ല പറഞ്ഞ്. അവളുടെ അച്ഛനെയും അമ്മയും കൂടപ്പുറപ്പിളെല്ലാം മാറ്റി നിർത്തി അവൾ വരുമ്പോൾ അവൾക്ക് ഇവിടെ ഒരു അമ്മയുടെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ അവളുടെ മനസ്സെന്തോരം വിഷമിക്കുന്ന അമ്മക്കറിയില്ലേ? ആഹാ, നീ അമ്മക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങിയോ? ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണോ? എന്താ അമ്മ ഇത്? സുമതി ചോദിച്ചു. നീ മിണ്ടായിരിക്കടി, അവൻ പറഞ്ഞു കേട്ടനോട്. ഞാനൊന്നും പറയുന്നില്ല. ഹരി പുറത്തേക്ക് പോയി. ലക്ഷ്മി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് വന്നു. അവളെ കണ്ടത് മണിക്കുട്ടി ഓടിയടുത്ത് വന്നു. ഹായ് ചേച്ചി, സുന്ദരിയായല്ലോ. അവളൊന്ന് പുഞ്ചിരിച്ച് താഴേക്ക് വന്നു. അച്ഛൻ സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നു. ആഹാ, മോള് വന്നപ്പോഴേയും കുളിയൊക്കെ കഴിഞ്ഞോ? അതെ അച്ഛാ, കുളിച്ചു. നല്ല യാത്രാക്ഷീണം ഉണ്ടായിരുന്നു. അതേതായാലും നന്നായി. അവനെ ഇപ്പൊന്നും എനിക്ക് കിട്ടില്ല. കണ്ടില്ലേ, വീടിന്റെ മുറ്റം നിറച്ചും കൂട്ടുകാരാ. ഇനി അവരായിട്ടാവും അവൻ. അവളൊന്ന് ചിരിച്ചു. മോൾക്ക് വീട് ഇവിടെ ഉള്ളവരൊക്കെ ഇഷ്ടമായോ? പിന്നെ ഇഷ്ടാവാതെ? ഇവിടെ ഉള്ളവരൊക്കെ പാവങ്ങളല്ലേ അച്ഛാ, മീനൂട്ടി പറഞ്ഞുകൊണ്ട് വന്നു. ഓ, നീയാവും പാവം അല്ലേ? രണ്ടുപേരും ചിരിച്ചു. ചേച്ചി വാ. അവളുടെ കൈ പിടിച്ച് അവൾ മുറികളെല്ലാം കാണിച്ചു കൊടുക്കാൻ പോയി. അടുക്കളെത്തിയത് മീനൂട്ടി പറഞ്ഞു. ചേച്ചി ഞാനിപ്പോൾ വരാം. 5 മോൾ എന്തോ പണിയൊപ്പിച്ചിട്ടുണ്ട്. അപ്പുവിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഹരിയുടെ ചേട്ടൻ്റെ മക്കളാണ് 5 അപ്പു. ചേച്ചി അടുക്കളയിൽ ചെല്ല്, അവിടെ ചേട്ടത്തിയമ്മയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പോയി. അടുക്കളയിൽ അമ്മയും ചേട്ടത്തിയമ്മയും കൂടി എന്തോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അവൾ കയറി ചെന്ന് അവളെ കണ്ടത്. ആഹാ, മോൾ ഇപ്പോഴും ഇങ്ങോട്ട് വന്നോ? സുമതി അടുത്ത് ചോദിച്ചു. ഞാൻ ഒറ്റയ്ക്കിരുന്നപ്പോൾ എന്താ പോലെ. ചേച്ചി ഞാനും കൂടാം. ഏയ് ഇന്നെന്തായാലും വേണ്ട, മോള് പോയി വിശ്രമിക്കുക. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നല്ലേ. അമ്മ ഒന്നും മിണ്ടായിരുന്നപ്പോൾ അവൾ പതിയെ അമ്മയെ നോക്കി. ഉടനെ അമ്മ പറഞ്ഞു. അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ സുമതി, വെറുതെ ഇരിക്കൊന്നും വേണ്ട. അവൾ നാളെ മുതൽ അടുക്കളയിൽ കയറേണ്ടതല്ലേ. പുതുപ്പെണ്ണ് അടുക്കളയിൽ കയറിയെന്ന് വെച്ച് ഒന്നും പറ്റില്ല. എന്താ അമ്മ ഇത്? അവൾ ഇന്ന് വന്നല്ലേ ഉള്ളൂ, സുമതി പറഞ്ഞു. ഏയ് സാറില്ല ചേച്ചി, എനിക്കങ്ങനെയൊന്നുമില്ല. ഞാൻ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ് അവൾ കിച്ചണിൽ കയറി. ഇത് കണ്ടുകൊണ്ട് ഹരി കയറി വന്നു. അവനത് ഇഷ്ടമായില്ല. അവൻ പതിയെ അവളെ വിളിച്ചു. അവനെ കണ്ടത് സുമതി അടുത്ത് പറഞ്ഞു. മോളെ ലക്ഷ്മി, നീ ചെല്ല്, ദേ ഹരി വിളിക്കുന്നു നിന്നെ. അവൾ അങ്ങോട്ട് തിരിഞ്ഞതും അമ്മ അവൾ അവന് കേൾക്കാൻ വേണ്ടി തന്നെ പറഞ്ഞു. ചെല്ല് ചെല്ല്, പുതുപ്പെണ്ണിന്റെ കൈ നനഞ്ഞാ നോവും. കൊണ്ടുപോയി പുതപ്പിനുള്ളിൽ ഒളിപ്പിച്ചിരുത്ത്, നാണമില്ലാത്തവൻ. അവളത് കേട്ടു. ഹരിയേട്ടാ, ഞാൻ അടുക്കളയിൽ ചെല്ലട്ടെ. അമ്മക്ക് ഞാൻ വന്ന് ഇഷ്ടമായിട്ടില്ല. ഇപ്പൊ നീ പോണ്ട. ഹരി അവളെയും വിളിച്ച് റൂമിലേക്ക് പോയി. റൂമിലെത്തിയത് അവൾ പറഞ്ഞു. ഹരിയേട്ടാ, അമ്മയ്ക്ക് എന്തോ ദേഷ്യം ഉറപ്പാ? അല്ലെങ്കിൽ അമ്മ അങ്ങനെയൊന്നും പറയില്ല. അങ്ങനെയൊന്നുമില്ല പെണ്ണേ, നീ ആവശ്യമില്ലാത്ത ചിന്തിക്കാതെ. അമ്മക്ക് ഒരുപാട് പണവും പൊന്നും സ്ത്രീധനം കിട്ടുന്ന ഒരു മരുമോളെയാണ് നോക്കിയത്. അതിന് കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു നീരസം. അയ്യോ, അപ്പൊ എന്നോട് അമ്മക്ക് ഒരിക്കലും സ്നേഹം ഉണ്ടാവില്ലേ? അവളാകെ വിഷമിച്ചു. ഏയ് അങ്ങനെയൊന്നുമില്ല, 2 ദിവസം കഴിയുമ്പോൾ അതൊക്കെ മാറും. അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അമ്മയ്ക്ക് പണാണെങ്കിൽ എനിക്കിഷ്ടം എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു പാവം നാടൻ പെൺകുട്ടിയാണ്. അവൻ അവളെ ചേർത്ത് നിർത്തി അവളുടെ നെറുകയിൽ ഒരു ചുംബനം നൽകി. വിവാഹ ദിവസം ഏതൊരാണിനും പെണ്ണിനും ഏറ്റവും മനോഹരവും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമാവണമെന്നാണ് ആഗ്രഹിക്കാറുള്ളത്. അതും മനസ്സറിഞ്ഞ ഇഷ്ടങ്ങൾ കൈമാറിയ മനസ്സുകളാവുമ്പോൾ അതിനൊരായുസിൻ്റെ സ്നേഹത്തിൻ്റെ തുടക്കമാവും. അവളുടെ കൈകളിൽ തലോടിക്കൊണ്ട് ഹരി പറഞ്ഞെങ്കിലും അവളൊന്ന് പുഞ്ചിരിച്ചു എന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല. പക്ഷെ അവളുടെ മനസ്സ് നിറയെ അമ്മ തന്നെ സ്നേഹിക്കുമോ എന്നുള്ള ആധിയായിരുന്നു. ഹരി, ഹരി, ദേ നിന്നെ അന്വേഷിച്ച് 2 പേര് വന്നിരിക്കുന്നു. അച്ഛൻ്റെ വിളിയേട്ട് അവൻ താഴേക്ക് പോയി.
അവൾ ഫോണെടുത്ത് അച്ഛനെ വിളിച്ചു. അമ്മയുടെ സുന്ദരിക്കുട്ടിയാണെങ്കിലും അവൾക്ക് ഇഷ്ടം അച്ഛൻ്റെ വാവാച്ചി ആവാനായിരുന്നു. എന്ത് വേദന വന്നാലും അവൾ അച്ഛനെ വിളിക്കും. ഫോൺ എടുത്തു. മോളെ വാവാച്ചി. ആ നീട്ടിയുള്ള ആ ഒരൊറ്റ വിളി മതി അവളുടെ പകുതി വേദനയും മകളും. യാത്രയൊക്കെ സുഖമായിരുന്ന മോളെ? അവിടെ എല്ലാവർക്കും മോളെ ഇഷ്ടമായോ? എല്ലാവരും എന്തു പറയുന്നു? അച്ഛൻ്റെ ആ വാക്കുകൾ കേട്ടതും അമ്മായിയമ്മയിൽ നിന്നും വന്ന ദിവസം തന്നെ കിട്ടിയ വിഷമം അച്ഛനോട് പറയാൻ തോന്നിയെങ്കിലും അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു, യാത്രയ്ക്ക് സുഖമായിരുന്നു അച്ഛാ. ഇവിടെ ഉള്ളവരെല്ലാവരും പാവങ്ങളാ. നല്ല സ്നേഹം എല്ലാവർക്കും. എല്ലാവരും നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന സ്ഥലം, നല്ല വീട്, നല്ല ആളുകൾ. എന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. പിന്നെ എൻ്റെ വാവയെ എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെയല്ലേ എൻ്റെ വാവയെ ഞാൻ വളർത്തിയത്. ഇനി അതാണ് വാവയുടെ വീട്. അവിടുത്തെ അച്ഛനെ സ്വന്തം അച്ഛനെ പോലെ കാണണം. അമ്മയെ വാവയുടെ അമ്മയെ പോലെ കാണണം. ഹരിയെ സ്നേഹിക്കണം. പിന്നെ അച്ഛനോട് വഴക്കുണ്ടാക്കുന്ന പോലെ എപ്പോഴും അവിടെ പോകണം ഇവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും വാശി പിടിക്കരുത് കേട്ടോ. മനസ്സ് പിടയുന്നുണ്ടെങ്കിലും അവൾ വേദനകളെ മനസ്സിൽ ഒളിപ്പിച്ച് അച്ഛൻ്റെ വാക്കുകളെ സ്നേഹത്തോടെ കേട്ടു. അച്ഛാ, മെഡിസിനൊക്കെ ശരിക്കും കഴിക്കണം. ഞാൻ ഇല്ലെടുത്ത് തരാമെന്ന് മറക്കണ്ട കേട്ടോ. അപ്പോഴേക്കും അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അനീതി പറഞ്ഞു, ഞാൻ എടുത്തു കൊടുക്കാൻ ചേച്ചി. ചേച്ചി സുഖമായിട്ട് ഇരിക്ക്. അമ്മയോടും സംസാരിച്ച് അവൾ ഫോൺ വെച്ച്. അന്ന് രാത്രി അവൾക്ക് സന്തോഷമുണ്ടായിരുന്നെങ്കിലും അവളുടെ മനസ്സിൽ സന്തോഷമല്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അവൾ എണീറ്റു. എല്ലാ ദിവസവും വെളുപ്പിനെ എണീക്കും അവൾ. പെങ്ങൾക്ക് ഉച്ചയ്ക്ക് കോളേജിൽ ചോറ് കൊടുത്ത് വിടണം. പിന്നെ അവൾ മാരേജിന് ഒരാഴ്ച മുമ്പ് വരെ ഒരു കമ്പ്യൂട്ടർ ഷോപ്പിൽ ടൈപ്പിങ്ങിന് പോയിരുന്നു. അതുകൊണ്ട് അവൾ ഇന്ന് രാവിലെ എണീക്കുമായിരുന്നു. രാവിലെ 7 മണിയായിട്ടും അവിടെ ആരും എണീറ്റിട്ടില്ല. അവൾ രാവിലെ കുളിച്ച് അടുക്കളയിൽ കയറി. എവിടെയാണ് ചായ പാത്രം എന്ന് പോലും അറിയില്ലെങ്കിലും അവൾ കണ്ടുപിടിച്ച് ചായ ഇട്ടു. അപ്പോഴേക്കും അച്ഛൻ എണീറ്റിരുന്നു. പത്രം വായിക്കായിരുന്ന അച്ഛന് ചായ കൊടുത്തു. ആഹാ, മോള് നേരത്തെ എണീറ്റോ? അച്ഛൻ ചോദിച്ചു. ഞാൻ ഇന്ന് നേരത്തെ എഴുന്നേൽക്കും അച്ഛാ. ആ, നല്ലത്. ഇവിടെ രാവിലെ എണീക്കുന്ന സുമതി മാത്രാ. ബാക്കി എല്ലാവരും സമയാവും. ഒരു ചായ കിട്ടണമെങ്കിൽ 9 മണിയാവും. എന്തായാലും ഇനി ഒരു ചായ നേരത്തെ കുടിക്കാലോ. അവൾ ചിരിച്ചുകൊണ്ട് അടുക്കളയിൽ പോയി. ചായ കൊണ്ട് അവൾ ഹരിയേട്ടനെ വിളിച്ചുണർത്തി. ആഹാ, കുളിച്ച് പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയായാലും എൻ്റെ പെണ്ണ്. ഒന്ന് പോ ഹരിയേട്ടാ. നീ ഇത്രയും നേരത്തെ എണീക്കോ? ഇങ്ങോട്ട് വാടി, കുറച്ചേരം കൂടി കിടക്കാം. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് കിടക്കാൻ പറഞ്ഞു. അവൾ കൈകൾ തട്ടി മാറ്റി. പിന്നെ ഇനി കിടപ്പൊക്കെ രാത്രിയിലുള്ളൂ. ചേട്ടാ എണീക്ക്. ഓ, ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. അതെ ഹരിയേട്ടാ, അച്ഛന് ഞാൻ ചായ കൊടുത്തു. ആഹാ, അച്ഛന് രാവിലെ ചായ കിട്ടിയപ്പോൾ ഹാപ്പിയാണല്ലോ. ഇവിടെ ഒന്നും വഴക്കാ, രാവിലെ ചായ കിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ അമ്മ എണീറ്റിട്ടില്ല. ഞാൻ ചായ കൊടുത്ത അമ്മ കുടിക്കുമോ? എനിക്കൊരു ഭയം അമ്മയുടെ അടുത്തുള്ള. അവൾ ചെറിയൊരു വിഷമത്തോടെ പറഞ്ഞു. ഏയ്, അമ്മയെ നീ വിളിക്കണ്ട. സുമതി എടുത്ത് പോലും വിളിക്കില്ല. തനി എണീറ്റ് തന്നെ ചായ ഉണ്ടാക്കിയേ കുടിക്കൂ. രാവിലെ ആരും കൊടുത്താലും കുടിക്കില്ല. അമ്മ അങ്ങനെയാ. അവൾ അടുക്കളയിലേക്ക് പോയി. അവിടെ അപ്പോഴേക്കും എടുത്തു വന്നിരുന്നു. ആഹാ, പുതുപ്പെണ്ണി എണീറ്റോ? ഞാൻ വിചാരിച്ച് താമസിക്കുന്നു. ചേച്ചി, ഞാനിന്ന് രാവിലെ എണീക്കും. പിന്നെ ചേച്ചി എന്നെ പുതുപ്പെണ്ണെന്ന് വിളിക്കണ്ട, ലക്ഷ്മി എന്ന് വിളിക്കും. എന്തോ പോലെ, അതാ. എൻ്റെ പൊന്നി ലക്ഷ്മി, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഞാൻ എന്താ ചെയ്യേണ്ട ചേച്ചി? രാവിലെ പ്രാതലും നിന്റെ ഇഷ്ടം പോലെ ഉണ്ടായിക്കോ. എന്തേ? അയ്യോ ചേച്ചി, ഇന്ന് ചേച്ചി ഉണ്ടാക്കിയാൽ മതി. എനിക്ക് ഇവിടെയുള്ള ഇഷ്ടങ്ങളൊന്നും അറിയില്ല. അത് മാത്രമല്ല, ഞാൻ ഉണ്ടാക്കിയത് ആർക്കും ഇഷ്ടമായില്ലെങ്കിലോ? വേണ്ട ചേച്ചി, ചേച്ചി ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഹെൽപ്പ് ചെയ്യാം. അത് സാരമില്ല. ഇനി നീ കൂടി വേണം എല്ലാം തയ്യാറാക്കാൻ. എന്തായാലും ഇന്ന് നീ തന്നെ ഉണ്ടാക്ക്. അപ്പവും കടലക്കറി ഉണ്ടാക്ക്. അത് അമ്മക്കും അച്ഛനും ഹരിക്കൊക്കെ ഇഷ്ടമാണ്. ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? നമ്മുടെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമായില്ലല്ലേ ചേച്ചി? അതെന്താ ലക്ഷ്മി, അമ്മ എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ? അയ്യോ ഇല്ല, എനിക്ക് അങ്ങനെ എന്തോ തോന്നി. അത് അമ്മ നല്ല കാശുള്ള കുടുംബത്തിലെ ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നിനൊരു കുറവുണ്ടായിട്ടില്ല. അന്നത്തെ കാലത്ത് ഒരുപാട് പണവും സ്വർണ്ണമൊക്കെ കൊടുത്താ അമ്മയെ കെട്ടിച്ച്. അതുകൊണ്ട് തന്നെ അമ്മയുടെ 2 ആൺമക്കളെയും നല്ല സ്ത്രീധനമായി കെട്ടിക്കിടന്ന മനസ്സിൽ. എനിക്ക് 100 പവന് 5 ലക്ഷം രൂപയിൽ തന്നാ കെട്ടിച്ച്. അതുകൊണ്ട് എന്നോട് ഇതുവരെ ഒരു ദേഷ്യമില്ല അമ്മക്ക്. അയ്യോ, 100 പവനോ? എൻ്റെ അച്ഛൻ 10 വർഷം കഷ്ടപ്പെട്ടാലും അതിൻ്റെ പകുതി പോലും പറ്റില്ല ചേച്ചി. ഞാനൊരു സാധാരണ കുടുംബത്തിലെയാണ്. അതിനെന്താ മോളെ, നിന്നെ എല്ലാവർക്കും ഇഷ്ടമായില്ല ഇവിടെ? അപ്പം എന്തായാലും അമ്മ ഇപ്പോഴും തന്നെ സ്നേഹിക്കില്ല. അത് ഉറപ്പാണല്ലേ ചേച്ചി? അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നീ ഫുഡ് ഉണ്ടായിക്കോ, ഞാൻ ചേട്ടന് ചായ കൊടുക്കട്ടെ. അവൾ തനിയെ ഫുഡ് ഉണ്ടാക്കി. അപ്പോഴേക്കും എല്ലാവരും എണീറ്റു. രാവിലെ എല്ലാവരും കഴിക്കാനിരുന്നു. ലക്ഷ്മിയും സുമതിയും കൂടി എല്ലാവർക്കും വിളമ്പിക്കൊടുത്തു. നിങ്ങളിരിക്കൂ, അച്ഛൻ പറഞ്ഞു. അവൾക്ക് ഭയമുണ്ടായിരുന്നു. ഈശ്വര, ഫുഡ് എല്ലാവർക്കും ഇഷ്ടമാവണേ. ആഹാ സുമതി, ഇന്നത്തെ കറി സൂപ്പറായിട്ടുണ്ട് കേട്ടോ, അമ്മ പറഞ്ഞു. ശരിയാണല്ലോ ഏടത്തിയമ്മ, ഇന്ന് അടിപൊളിയാക്കി, മീനൂട്ടി പറഞ്ഞു. ശരിയാടുത്തി, ഇന്നത്തെ ഫുഡ് പൊളിച്ചു.
ആണോ ഹരി? എന്നാൽ ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് നിന്റെ ഭാര്യക്കാ. അവളാ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കിയത്. ആഹാ, മോളാണോ പാചകം? അടിപൊളിയായിട്ടുണ്ട് മോളെ, അച്ഛൻ പറഞ്ഞു. അമ്മ അവളെ നോക്കിയെന്നല്ലാതെ പിന്നെ ഒന്നും മിണ്ടിയില്ല. അമ്മയാണ് ഫസ്റ്റ് അടിപൊളിയായി എന്ന് പറഞ്ഞത്. അത് ശരിക്കും അവൾക്ക് സന്തോഷമായി. അവൾ പാവ അമ്മേ, സുമതി അടുക്കളയിൽ വെച്ച് അമ്മയോട് പറഞ്ഞു. അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യണം? അമ്മ ചോദിച്ചു. നല്ല ഫുഡ് ഉണ്ടാക്കി ആരോടായാലും നല്ലതെന്ന് പറയും. അതല്ല അമ്മേ, ആ കുട്ടി എന്നോട് ചോദിച്ചു അമ്മക്കളോട് ദേഷ്യമാണോ, അമ്മ എന്താ തന്നോട് മിണ്ടാത്തെന്നൊക്കെ. എന്തായാലും എനിക്ക് പെട്ടെന്നൊന്നും അവളോട് അടുക്കാനും സ്നേഹിക്കാനും കഴിയില്ല. എൻ്റെ മോഹങ്ങളെല്ലാം തകർത്തവള അവള്. നിനക്കറിയോ, എൻ്റെ അമ്മാവിൻ്റെ മോളെ ഞാൻ ഹരിക്ക് പറഞ്ഞു വെച്ചതാ. നല്ലൊരു വീട്, ഒരു കാർ, 200 പവൻ സ്വർണ്ണെങ്കിലും കിട്ടിയേനെ. ആ കൊച്ചിന് ഇവന് ഇഷ്ടമായിരുന്നു. അപ്പോഴാ അവൻ ഇവളെ കിട്ടുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച്. എനിക്കൊരു സംശയമുണ്ട്, ഇനി ഇവർ തമ്മിൽ പ്രണയമായിരുന്നോ എന്ന്. അങ്ങനെയൊന്നും ആവില്ല അമ്മേ, നമ്മുടെ അരിയുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ നമുക്ക്. അവൻ്റെ ഒരു ഇഷ്ടം ഞാനൊന്നും പറയുന്നില്ല. അവൾ ശരിക്കും ഹാപ്പിയായിരുന്നു അന്നേരം. മീനൂട്ടിയും മണിക്കുട്ടിയും ചേട്ടൻ്റെ കുട്ടികളൊക്കെ ആയിട്ട് കളിച്ചിരിച്ച് വളരെ ഹാപ്പിയായിരുന്നു അവൾ. ഹരി വന്നതും ഹരിയേട്ടൻ വന്നു എല്ലാവരും ഓടിക്കോയെന്ന് തമാശ പറഞ്ഞുകൊണ്ട് മണിക്കുട്ടി എല്ലാവരും പുറത്തേക്ക് പോയി. എല്ലാവർക്കും പുതുവണ്ണിനെ ഇഷ്ടമായി തോന്നുന്നല്ലോ. ഹരി ഡ്രസ്സ് മാറിക്കൊണ്ട് അവളോട് ചോദിച്ചു. അമ്മയ്ക്ക് മാത്രം ഇഷ്ടമായില്ല, ബാക്കി എല്ലാവർക്കും ഇഷ്ടമായി. അവൾ ചെറിയൊരു വിഷമത്തോടെ പറഞ്ഞു. എൻ്റെ പെണ്ണെ, അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമാവും, നീ നോക്കിക്കോ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരുമകള് നീ തന്നെയാവും. ഇന്നത്തെ ദേവി പൂജ കൂടി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും അമ്മയുടെ. പൂജയോ? എന്തിന്? ആഹാ, നിന്നോട് ആരൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ? ഇല്ലല്ലോ, എന്നോട് പറഞ്ഞിട്ടില്ല. നമ്മുടെ തറവാട് വലിയ തറവാടാണ്. തറവാടിന് സ്വന്തമായിട്ട് ഒരു കാവ്, ഒരു ക്ഷേത്രമുണ്ട്. അവിടെ തറവാട്ടിൽ ഏത് കല്യാണം നടന്നാലും പിറ്റേന്ന് അവിടെയുള്ള പൂജകളിൽ കുടുംബക്കാരെല്ലാവരും പങ്കെടുക്കുന്ന പൂജകൾ നടക്കും. അന്നത്തെ പൂജാ വഴിപാടുകളെല്ലാം പുതുപ്പെണ്ണും ചെക്കനും കൂടിയാണ് നടത്തുക. ഇന്നത്തെ പൂജകൾ നമ്മുടെ വകയാണ്. ഞാൻ അതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് രാവിലെ പോയത്. ഇന്ന് കുടുംബക്കാരെല്ലാവരും ഉണ്ടാവും ദീപാരാധന കാണാൻ. നമ്മളാണ് ഇന്നത്തെ അതിഥികൾ. അയ്യോ, എന്നിട്ടെന്താ ഇത് ആരോട് പറയാത്തത്? ചേച്ചി പോലും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു തന്നു എന്ന് കരുതി കാണും. അറിയാലോ, ഇന്നത്തെ അതിഥി നീയാ. സുന്ദരിയായിട്ട് വേണം വരാൻ, കേട്ടോ? ഈശ്വര, ഇനി അമ്മയെപ്പോലെ കുടുംബക്കാരുടെ വക എന്തൊക്കെ കേൾക്കേണ്ടി വരുമെന്നാവും. അവൾ മനസ്സിൽ പിറുവിരുത്തു. വൈകുന്നേരം അച്ഛനും അമ്മയും അടുത്തേയും കുട്ടികളെല്ലാവരും അമ്പലത്തിൽ പോയി. അവസാനമാണ് ലക്ഷ്മി ഒരുങ്ങി വന്ന്. ഒരു ഇളം ചുവപ്പ് നിറത്തിലുള്ള പട്ടുസാരിയും കൈകളിൽ വളകളും മൂക്കുത്തിയും മൊച്ചുള്ള അവളുടെ കണ്ണുകളും ചിരിച്ചുകൊണ്ടുള്ള അവളുടെ വരവ് കണ്ട് ഹരിയുടെ കണ്ണ് തള്ളിപ്പോയി. എന്താ ഹരിയേട്ടൻ ഇങ്ങനെ നോക്കുന്നത്? എല്ലാവരും അമ്പലത്തിൽ പോയി, വാ പോവാ. എൻ്റെ പെണ്ണെന്തൊരു സുന്ദരിയാ. അമ്പലത്തിലെ ദേവിയെ കാണുന്ന പോലെ തോന്നുക. ആ പിന്നെ എൻ്റെ പെണ്ണെ, നീ ഇന്ന് ഒരുപാട് സുന്ദരിയായിട്ടുണ്ട്. അവരമ്പലത്തിലെത്തി. അവരെ കണ്ടത് എല്ലാവരും അവരെ ശ്രദ്ധിച്ചു. എല്ലാവരും അവൾ തന്നെയാണ് നോക്കുന്നത്. ഹരിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് അവൾ വന്നു. ആഹാ, സാവിത്രി ചേച്ചിയുടെ മരുമകൾ കൊള്ളാലോ. ചിലർ അമ്മകൾക്ക് സംസാരിച്ചു, എന്നാൽ ചിലർ പരിഹസിച്ചു. വയസ്സില്ലാത്ത വീട്ടിലെ കുട്ടിയാലെന്താ, ആരും കൊത്തിക്കൊണ്ട് പോവില്ലയോ? അത്രയ്ക്ക് സുന്ദരിയെ കണ്ടിട്ട്. നിങ്ങൾ ഭാഗ്യം ചെയ്ത ആളാ, സാവിത്രി ചേച്ചിയോട് ഒരു ചേച്ചി പറഞ്ഞു. അവരെയും തറപ്പിച്ച് നോക്കി അമ്മ. പൂജകളെല്ലാം കഴിഞ്ഞ് കുട്ടികളും അമ്മയും സുമതിയുമാണ് ഫസ്റ്റ് വീട്ടിലെത്തിയത്. വീട്ടിൽ വന്ന അമ്മ സുമതിയോട് പറഞ്ഞു. നീ കേട്ടില്ലേ ആ ഉഷയുടെ ഒക്കെ വർത്താനം? കോടികൾ നോക്കി നടന്ന അവസാനം മോന് കിട്ടിയതൊരു പിച്ചക്കാരിയാണെന്നാ അവളുമാര് പറയുന്നു. ഹോ, തോലി ഉരിഞ്ഞു പോയി എൻ്റെ അമ്മേ. അവരുടെ സ്വഭാവം അമ്മക്കറിയില്ലേ, അവരങ്ങനെ പറയും. എന്നാൽ മിക്കവാറും എല്ലാവർക്കും ലക്ഷ്മി ഇഷ്ടമായി. നല്ലതാണ് ആ കുട്ടിയെ പറഞ്ഞ എല്ലാവരും. ഇഷ്ടമായി കണ്ട് ഇരുന്ന് കാണും. ഈ പാവം പിടിച്ച വീട്ടിൽ നിന്ന് വരുന്ന ചിലതൊക്കെ അല്പം കാശും പത്രാസൊക്കെ കണ്ടു കഴിയുമ്പോൾ സ്വഭാവം മാറും. പിന്നെ തമ്പ്രാട്ടി ചമ, നീ നോക്കിക്കോ. ഈ അമ്മയോട് എന്ത് പറഞ്ഞാലും അമ്മ ഇതേ പറയും. എല്ലാവരും അങ്ങനെ ആവില്ല അമ്മേ. എല്ലാ പെൺകുട്ടികളെ ഒരുപോലെ കാണരുത്. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു വരുന്ന പെൺകുട്ടികൾ ഒരിക്കലും പഴയതൊന്നും മറക്കില്ല അമ്മേ. അപ്പോഴാണ് ഹരി ലക്ഷ്മി കയറി വന്ന്. അവരെ കണ്ടത് അമ്മ അകത്തേക്ക് പോയി. വന്നോ ലക്ഷ്മി, ഇന്ന് നീയായിരുന്നു താരം. എല്ലാവർക്കും നിന്നെക്കുറിച്ച് പറയാനേ സമയമുണ്ടായിരുന്നുള്ളൂ. നീ ഒരുപാട് സുന്ദരിയായിട്ടുണ്ട്. അവൾ ചിരിച്ചു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തി, അന്നേരം കളിയാക്കുമെന്ന് പറഞ്ഞാൽ പോയി, ഹരി പറഞ്ഞു. അങ്ങനെ ചെറിയ പിണക്കങ്ങളും പരിഭവങ്ങളുമായി വല്ലപ്പോഴും വീണ്ടുന്ന അമ്മയോടൊപ്പം കഴിഞ്ഞ് 4 മാസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഹരിക്ക് ഗൾഫിലെ ഒരു ഫിനാൻസ് കമ്പനിയിൽ ജോലി റെഡിയായി. അവൻ ഗൾഫിൽ പോകാൻ റെഡിയായി. നാളെ രാവിലെയാണ് ഫ്ലൈറ്റ്. അന്ന് രാത്രി, ഹരിയേട്ടാ നമുക്ക് ഇവിടെ തന്നെ ജോലി പോരെ? ഹരിയേട്ടൻ ഗൾഫിൽ പോയാൽ ഞാനിവിടെ ഒറ്റപ്പെട്ടു പോകും. എനിക്കിവിടെ ആരുമില്ലാത്ത അവസ്ഥയാവും. കല്യാണം കഴിഞ്ഞ് 4 മാസങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും അമ്മേനെ ഒരു മരുമകളായിട്ട് കാണുന്നില്ല. പിന്നെ എന്നോട് ഒട്ടും ഇഷ്ടമല്ല താനും. പിന്നെ ചേട്ടത്തിയും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നതേ ഉള്ളൂ. നീ ഇങ്ങനെ വിഷമിക്കാതെടി, നമുക്ക് സ്വന്തമായിട്ട് ഒരുപാട് സ്വപ്നങ്ങളില്ലേ?
എല്ലാം നേടണമെങ്കിൽ നല്ലൊരു ജോലി വേണം. നമ്മുടെ നല്ലൊരു നാളേക്ക് വേണ്ടിയല്ലേ. അവളുടെ മുഖം വാടി. അവൻ അവളുടെ മുഖം പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മോളെ ഈ ഹരിയേട്ടൻ എന്നും വിളിക്കും. നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നും. പിന്നെ 1 വർഷത്തെ വിസയല്ലേ, ഞാൻ പെട്ടെന്ന് വരും പോരെ. അവൾ ഹരിയുടെ നെഞ്ചോട് ചേർന്ന് കിടന്നു. അവൻ അവളുടെ മുടിയിഴകൾ തലോടി അവളുടെ നെറുകയിൽ ഒരു ചുംബനം കൊടുത്തു. പിറ്റേന്ന് ഹരിയെ യാത്രയാക്കുമ്പോൾ അവളുടെ മനസ്സ് ശരിക്കും പിടഞ്ഞു. പിറ്റേന്ന് രാവിലെ അവൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ അമ്മ അങ്ങോട്ട് വന്നു. എന്തെങ്കിലും വേണോ അമ്മേ? അവൾ ചോദിച്ചു. എനിക്കൊന്നും വേണ്ട, ചെറുക്കം പോയിട്ട് ഇതുവരെ വിളിച്ചില്ല. നിന്നെ വിളിച്ചോ? രാവിലെ വിളിച്ചിരുന്ന അമ്മേ, യാത്രാക്ഷീണാണ് കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു. ഓ, അവൻ്റെ പെണ്ണിനെ വിളിക്കാനറിയാം, അമ്മയും അച്ഛനും വിളിക്കാനാണ് സമയമില്ലാത്തല്ലേ? അയ്യോ അങ്ങനെയല്ല അമ്മേ, അവിടെ ചെന്നപ്പോൾ ഒന്ന് വിളിച്ചതേ ഉള്ളൂ. നിന്നെ കെട്ടുന്നതിന് മുന്നേ അവൻ ഗൾഫിൽ പോയിട്ടുണ്ട്. അന്നേരം അവൻ അച്ഛനും അമ്മയും മതിയായിരുന്നു. ഓരോന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെക്കന്മാരുടെ സ്വഭാവമൊക്കെ മാറും. ഓരോന്നിൻ്റെയൊക്കെ ഗുണം, അല്ലാതെന്താ? അമ്മ അതും പറഞ്ഞുകൊണ്ട് പോയി. അവൾ അവിടെ നിന്ന് കരഞ്ഞു. അവളുടെ കരച്ചിൽ കണ്ടാണ് എടുത്തി വന്ന്. അയ്യോ എന്തൊരിച്ചു നീ കരയുന്നു? എന്തു പറ്റി? ഹരിയേട്ടൻ അവിടെ ചെന്നപ്പോൾ എന്നെ ഫസ്റ്റ് വിളിച്ചു പറഞ്ഞ് അമ്മയ്ക്ക് ഇഷ്ടമായില്ല ചേച്ചി. ഞാൻ വന്നോണ്ട് ഹരിയേട്ടൻ ഇങ്ങനെ മാറിയെന്ന് അമ്മ പറയുന്നു. ഞാൻ എന്ത് ചെയ്തിട്ടാ ചേച്ചി എന്നോടിങ്ങനെ? എൻ്റെ മോളെ നീ കരയാതിരിക്ക്. ഹരി വിളിക്കുമ്പോൾ അമ്മയെന്ന് വിളിക്കാൻ പറയണം കേട്ടോ. അമ്മ ഇങ്ങനെയാ. അവൾ റൂമിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് ഹരി വിളിച്ചു. അവൾ അമ്മ പറഞ്ഞൊന്നും പറയാൻ നിന്നില്ല. ഹരിയേട്ടന് വിഷമായാലോ എന്നോർത്ത് അമ്മയെ വിളിക്കണമെന്ന് മാത്രം പറഞ്ഞു. അവൻ അമ്മയെ വിളിച്ചെങ്കിലും കുറച്ച് കുറ്റപ്പെടുത്തലുകളും വഴക്കും കേട്ട് അവനൊന്നും പറയാൻ നിന്നില്ല. ഹരി പോയി 2ാമത്തെ ദിവസം മുറികൾ വൃത്തിയായിക്കൊണ്ടിരുന്നപ്പോൾ ലക്ഷ്മി തലകറങ്ങി വീണു. അച്ഛനും മീനൂട്ടിയും സുമതിയും കൂടി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴാണ് അവൾക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞ ആ കാര്യം ഡോക്ടർ പറഞ്ഞ് ലക്ഷ്മി ഒരു അമ്മയാവാൻ പോകുന്നു. ഈ വാർത്തയറിഞ്ഞ ഏടത്തെയും മീനൂട്ടിയും അച്ഛനും എല്ലാവരും സന്തോഷത്തിലായി. അവർ വീട്ടിലും അവളുടെ വീട്ടിലും വിളിച്ചു പറഞ്ഞു. അവൾ ഉടനെ ഹരിയേട്ടനെ വിളിച്ചു. ഹരിയേട്ടാ, ഞാനൊരു അമ്മയാൻ പോകുന്നു. എൻ്റെ ഹരിയേട്ടനൊരു അച്ഛനാവാൻ പോവാ. സത്യത്തിൽ ഈ നിമിഷം ഹരിയേട്ടൻ തൻ്റെ ഒപ്പം വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു ഹരിയേട്ടാ, അവൾ പറഞ്ഞു. ഹരിയേട്ടൻ സർക്കാർ ജോലി വേണ്ടാന്ന് വെച്ച് ഗൾഫിൽ പോകണ്ടായിരുന്നു. നമുക്ക് ആ വരുമാനത്തിൽ ഇവിടെ ജീവിക്കായിരുന്നു. എന്താ വേണേ ഇപ്പം അങ്ങനെയൊക്കെ പറയുന്നു? നിന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ജോലി രാജിവെച്ചും ഗൾഫിൽ നിന്നും നാട്ടിൽ കിട്ടുന്ന 20,000 രൂപ സർക്കാർ ശമ്പളം കൊണ്ട് ഒരു കുടുംബം കഴിയാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ 1 ലക്ഷത്തിനടുത്ത് നല്ല ശമ്പളം കിട്ടിയപ്പോൾ ഞാൻ പോകാൻ തീരുമാനിച്ച്. ഇപ്പം എന്തു പറ്റി നിനക്ക്? എൻ്റെ ഒപ്പം ഈ നിമിഷം ഹരിയേട്ടൻ വേണമെന്ന് തോന്നുന്നു എനിക്ക്. അതൊന്നും സാരമില്ലടി, എൻ്റെ ശരീരം മാത്രമേ ഉള്ളൂ ഇവിടെ. മനസ്സ് മുഴുവൻ നിൻ്റെ അടുത്ത് തന്നെയല്ലേ. പിന്നെന്താടി? എല്ലാവരും ഒരുപാട് സന്തോഷത്തിന് നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിൽ. നീ പെണ്ണ്, നിൻ്റെ അച്ഛനമ്മയും വിളിച്ചോ? വിളിച്ച്. അച്ഛനും അമ്മയൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ്. വീട്ടിലെ ആദ്യത്തെ കുഞ്ഞുവാ വരാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് അവർ. 2 ദിവസം അവിടെ കിടക്കാൻ ഡോക്ടർ പറഞ്ഞു. നല്ല ക്ഷീണമുണ്ട് എനിക്ക്. ആ അതാ നല്ല, 2 ദിവസം കിടന്നു. മീനൂട്ടിയോട് കൂടുതൽ ഞാൻ പറയാം. സാറില്ല ഏട്ടാ, അമ്മ വരും. അച്ഛനും വന്നിട്ടുണ്ട്, അവർ മതിയല്ലോ. അച്ഛന് സുഖമില്ലാത്തല്ലേ, അവർ ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നു, ഹരി പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് അവൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി. അവളെ കണ്ടത് അമ്മയാണ് ഓടി വന്ന്. മോളെ പതിയെ സൂക്ഷിക്കണം കേട്ടോ. അമ്മ തന്നെ അവളുടെ കൈകളിൽ പിടിച്ച് പതിയെ അവളെ റൂമിൽ കൊണ്ടുവന്ന് അവൾക്കൊരു ഗ്ലാസ് പാല് കൊടുത്തു. അമ്മയുടെ സ്നേഹവും ആ മാറ്റം അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അമ്മ തന്നെയാണോ എന്നോടിങ്ങനെ പെരുമാറുന്നത്? വന്നിട്ട് മാസം 5-6 ഇന്നാണ് അമ്മേനെ ഒന്ന് നോക്കിയൊന്ന് പുഞ്ചിരിച്ചത്. അവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. അവളുടെ കണ്ണുകൾ നനയുന്ന കണ്ടതും അമ്മ പറഞ്ഞു. അയ്യോ മോൾ എന്തിനാ കരയുന്നു? ഇപ്പം കരയാനൊന്നും പാടില്ല. ഞങ്ങളുടെ ചെക്കമോനാ വയറ്റിൽ, അവന് വിഷമാവും. ഇല്ലമ്മേ, അവൾ പറഞ്ഞു. അമ്മയുടെ മാറ്റം എന്താണെന്ന് സുമതിയടുത്തേക്ക് പോലും മനസ്സിലായില്ല. അവൾ അച്ഛനോട് പറഞ്ഞു. എന്നാലും അമ്മയ്ക്ക് എങ്ങനെ ഇത്ര സ്നേഹം വന്ന അച്ഛാ? അത് മോളെ, ഇന്നലെ അവൾ അനിയൻ്റെ വീട്ടിൽ പോയില്ലയോ? അത് കഴിഞ്ഞ് വന്നിട്ട് എന്നോട് ചോദിച്ചു. സ്ത്രീധനം വാങ്ങുന്ന കുറ്റാണെന്ന് അവളോട് ആരോ പറഞ്ഞു പോലും. സ്ത്രീധനത്തിൻ്റെ പേരിൽ ഏതൊക്കെയോ കുട്ടികളെ ഭർത്താക്കന്മാർ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നെന്നും അമ്മയുടെ മാനസിക പീഡനങ്ങൾ കാരണം ധാരാളം പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നും ഇത് കാരണം ഒരുപാട് പേര് ജയിലിലാണെന്നൊക്കെ എന്നോട് നില പറഞ്ഞു. അങ്ങനെയൊക്കെ നടക്കൂ എന്ന് എന്നോട് നില ചോദിച്ചു. ആണോ? ചുമ്മാതില്ല, അമ്മയ്ക്കിപ്പോൾ സ്നേഹം, സുമതിയെടുത്തി പറഞ്ഞു. ആരോ അമ്മയെ പീഡിപ്പിച്ചിട്ടുണ്ട്, അതവളോട് ഇത്രയും സ്നേഹം. നമ്മൾ പറഞ്ഞ അമ്മക്ക് മനസ്സിലാവില്ല, നമ്മളെ കുറ്റപ്പെടുത്തും. എന്തായാലും അവൾക്കിതൊരു വലിയ സന്തോഷമാവും. അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അമ്മയുടെ സ്നേഹം കിട്ടുന്ന വലിയ സന്തോഷമാവും. അന്ന് രാത്രി ഹരി വിളിച്ചപ്പോൾ അവൾ വലിയ സന്തോഷത്തിലായിരുന്നു. ഹരിയേട്ട, ഇനി ഹരിയേട്ട 2 വർഷം അവിടെ നിന്നാലും സാരില്ല, എനിക്കിപ്പോൾ ഇവിടെ അമ്മയുണ്ടല്ലോ. നീ എന്തടി പറയുന്നത്? നിനക്ക് എന്തു പറ്റി മോളെ?
2 ദിവസം എന്നോട് വഴക്കായിരുന്നല്ലോ നീ. ഗൾഫിൽ പോയത് എന്തിനാ? നാട്ടിലെ സർക്കാർ ജോലി മതിയായിരുന്നില്ലേ? എപ്പോഴും കാണണമെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്ന് പറയാ ഹരിയേട്ടൻ അവിടെ നിന്നോ എനിക്കിവിടെ അമ്മയുണ്ടെന്ന്. എന്താ നിനക്ക് പറ്റിയത്? ഹരിയേട്ടാ, അമ്മ ഇന്ന് വന്നപ്പോൾ എന്നോട് ഭയങ്കര സ്നേഹത്തിലാണ്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ എന്നോട് ഭയങ്കര കാര്യമാണ്. ജോലിയൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. എപ്പോഴും ആഹാരം കൊണ്ടുവന്നിരുന്നു, ജ്യൂസ് ഇരുന്നു. മീനൂട്ടിയും പാറുവിനും എൻ്റെ കാര്യം നോക്കുന്നില്ലെന്ന് പറഞ്ഞ് വഴക്ക് പറയാ. എല്ലാം നമ്മുടെ പിറക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ഭാഗ്യം ഹരിയേട്ടാ. എന്ത്? എൻ്റെ അമ്മയാണോ നിന്നോടിങ്ങനെ? ഈശ്വര, എന്താ നീ പറയുന്നത്? അപ്പോഴാണ് എടുത്തിയുടെ റൂമിലേക്ക് വന്നു. ലക്ഷ്മി, നീ മെഡിസിൻ കഴിച്ചോ? ആ, കഴിച്ചെടുത്തി, അമ്മ കൊണ്ടുവന്നു. ആഹാ, ഇപ്പൊ അമ്മയും മോളും കൂടിയായി കൂട്ടല്ലേ? നമ്മൾ മാറിയിരിക്കണോ? എടുത്തി ചിരിച്ചു. ആരാ ഫോണില്? ഹരിയേട്ടനെ എടുത്തി. നീ എടുത്തിയുടെ കയ്യിൽ ഫോൺ കൊടുത്തേ. അവൾ ഫോൺ കൊടുത്തു. എൻ്റെ അടുത്ത് ഇവളെന്തൊക്കെയാ പറയുന്നത്? അമ്മയ്ക്ക് എന്തു പറ്റി? അവൾ ചിരിച്ചു. എന്താ എടുത്തി പറ. നമ്മുടെ അമ്മയെ നിന്റെ പെണ്ണ് എന്തോ കൊടുത്ത് മയക്കെടുത്തു, അതാ. അയ്യോ, ഞാനൊന്നും ചെയ്തില്ല, അവൾ പറഞ്ഞു. എൻ്റെ ഹരിയെ, അമ്മ ഇന്നലെ തുളസിമാവൻ്റെ വീട്ടിൽ പോയിരുന്നു. അവിടുന്ന് വന്നപ്പോൾ തുടങ്ങിയ മാറ്റാ. ആരൊക്കെ എന്തോ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മരുമക്കളെ വേദനിപ്പിക്കാൻ പാടില്ലെന്ന്. അതാ സ്നേഹം. എന്നാലും നമ്മളെന്തെല്ലാം പറഞ്ഞു, എന്നിട്ടും മാറിയില്ല അമ്മ. ആ അമ്മയാണ് ഇപ്പം ഇങ്ങനെ. നിങ്ങൾ സംസാരിക്കുക, ഞാൻ താഴ്ത്തോട്ട് പോവാ. എടുത്തി ലക്ഷ്മിയുടെ കയ്യിൽ ഫോൺ കൊടുത്ത് പോയി. എന്തായാലും എനിക്കിന്ന് ഒരുപാട് സന്തോഷമായി. എൻ്റെ ലക്ഷ്മി നീ ഒറ്റപ്പെട്ടു പോവില്ല. ഞാൻ എവിടെയായാലും നീ സന്തോഷത്തിലാണല്ലോ, അത് മതി. അങ്ങനെ ആ വീട്ടിൽ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളുമായിട്ട് മാസങ്ങൾ കടന്നുപോയി. 9 മാസങ്ങളും കുറച്ച് ദിവസങ്ങളും കടന്നുപോയി. ലക്ഷ്മിക്ക് ഒരു സുന്ദരൻ ആൺകുട്ടി പിറന്നു. താൻ മരുമകളെ സ്ത്രീധനത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിച്ചാൽ, അവൾ കേസ് കൊടുക്കുകയോ അവൾ ആത്മഹത്യ ചെയ്യുകയോ ചെയ്താൽ താൻ ജയിലിലാവുമെന്നോർത്താണ് അമ്മ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും അവളുടെ മനസ്സിന്റെ നന്മ അമ്മ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരുന്നു. അവർ പോലും അറിയാതെ പരസ്പരം സ്നേഹം കൂടിക്കൂടി വന്നു. അങ്ങനെ ഹരി നാട്ടിൽ ലീവിന് വന്നു. അമ്മയുടെ ഒപ്പമാണ് കുഞ്ഞെപ്പോഴും. കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കുന്ന അമ്മയെ നോക്കി ഹരിയേട്ടൻ്റെ നെഞ്ചിൽ തലവെച്ച് അവൾ ഓർത്തു. താൻ ഏറ്റവും ഭാഗ്യമുള്ളൊരു പെൺകുട്ടിയാണ്. മരുമകളായി നന്മയുള്ള ഒരു കുടുംബത്തോടൊപ്പം കഴിയാൻ പറ്റുക എന്നത് ഏതൊരു പെണ്ണിൻ്റെയും ആഗ്രഹം മാത്രമാണ്. സ്നേഹമുള്ളൊരു ഭർത്താവ്, അവളെ സ്നേഹിക്കുന്ന അമ്മായിയമ്മ, അച്ഛൻ, ശരിക്കും അതൊരു ഭാഗ്യമാണ്. അന്നേരം മനസ്സോടെ തൻ്റെ ശിവച്ചനെ അവൾ പ്രാർത്ഥിച്ചു. ഭഗവാനെ, നീ ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് തന്നതിന് ഒരുപാട് നന്ദി. എന്നാലും ആരോ അമ്മയുടെ മനസ്സിലെ മാറ്റത്തിന് കാരണം ഇനി ഭഗവാൻ തന്നെ ആവൂ, എന്തോ അറിയില്ല. എന്തായാലും ആ അമ്മയുടെ മാറ്റം എന്നേക്കുമായുള്ള തിരിച്ചറിവിൻ്റെ കൂടി മാറ്റമാവട്ടെ എന്നുള്ള പ്രാർത്ഥനാപൂർണമായ ശിവപ്രതീക്ഷ അവളുടെ ഉള്ളിൽ നിറഞ്ഞു.